ഹായ് ഹലോ. അപ്പോൾ ദേ രാത്രിയിൽ പാൽ കൊടുക്കാനുള്ള തത്രപ്പാടാണ് കേട്ടോ. തത്രപ്പാട് തന്നെയാണ്. അപ്പോഴേക്കും ദേ 3 പേരും കൂടി വന്ന് 3 പേരും വന്ന ആ സമയത്ത് കേട്ടോ. ഞാൻ പറയില്ല, എനിക്കിപ്പം ടൈം കുറവാണ്. ഞാനിപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങി, ഇന്നലെ തുടങ്ങി. അപ്പം സമയക്കുറവ് മൂലമാണ് ഞാനിപ്പോൾ ഇത്രയും ലേറ്റായിട്ട് വീഡിയോ ഇട്ടത്. അപ്പം വേറെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ട് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം രാത്രി പാൽ കുടിക്കണം ഇടാറില്ല, നിങ്ങളെ എല്ലാവരെയും കാണിക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ എൻ്റെ ഇത് മനസ്സിലുള്ളായിരുന്നു. അപ്പം വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ടെന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലേറ്റായിട്ടാണെങ്കിലും ഇടാമെന്ന് വിചാരിച്ചത്. ഞാൻ നാളത്തേക്ക് മാറ്റി വെച്ച് അന്നേരം വേണ്ട, ഇന്ന് തന്നെ ഇടുന്ന് ഇവിടെ അവർ പറഞ്ഞിട്ടാണ്. അപ്പോൾ ദേ പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ട്വിസ്റ്റ് ഓടി വരും, സുന്ദരം വരുന്ന കുഞ്ഞു മടിയിരിക്കണണ്ട. ഇതിപ്പോൾ അവനെ കാണിക്കാനാണ്. ഇപ്പോൾ ശർമ്മക്കുട്ടനുണ്ട്, ശർമ്മടി ഞാൻ പറഞ്ഞതേ നോക്കിക്കേ, നോട്ടോ ഇല്ലാതെ കാണിക്കണുണ്ടാണേ. ഇപ്പം എൻ്റെ അടുത്തോട്ട് ഞാനവിടെ നിൽക്കത്തേ ഉള്ളെന്നാണ് വിചാരിച്ചത്. കണ്ട ഞെട്ടിപ്പോവും. ഞാൻ അന്നേരം പേടിച്ചു പോയി. എന്നാന്ന് വെച്ചാൽ ഇതിപ്പോൾ കാണുമ്പോഴും നമ്മൾ ഞെട്ടിപ്പോവും. അതിൻ്റെ അതിൻ്റെ അടിയിൽ കുഞ്ഞ് കിടക്കുമല്ലേ. പിന്നെ പെട്ടെന്ന് തന്നെ എടുത്ത് പൊക്കി ഞാൻ അതിനെടുത്ത് മാറ്റി. ശർമ്മയും ഉണ്ടായിരുന്നു, ഞാൻ തന്നെ എടുത്ത് മാറ്റി, കുഴപ്പമില്ലായിരുന്നേ. പിന്നെ ഇപ്പം ഇവരങ്ങനെ ഒത്തിരി പ്രാവശ്യം രാത്രി എഴുന്നേക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങോട്ട് കൊടുത്ത് ഇപ്പം അങ്ങോട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വെളുപ്പിനെ ഒന്ന് എഴുന്നേക്കും. അത് എഴുന്നേൽക്കുമ്പോഴും ഹാളിലൊക്കെ മൂത്രമൊഴിച്ച് വെക്കും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഇവരൊന്ന് മാറ്റണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ മൂർത്തി പറഞ്ഞു വേണ്ട മാറ്റണ്ട, ഇവിടെ തന്നെ കിടക്കട്ടെ എന്ന്. പിന്നെ വിചാരിച്ച് രാവിലെ എഴുന്നേറ്റ് തുടക്കുക എന്നുള്ളൊരു ജോലിയാണ് എഴുന്നേറ്റ് വരുമ്പോഴേ തന്നെ. അപ്പം കുഞ്ഞുങ്ങളല്ലേ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്ന സമയം അറിയുന്നുമില്ലല്ലോ. പാലിനുള്ള ഇടിയാണ്, അത് എന്നും ഉണ്ടല്ലോ ഇടിയാണ്. അപ്പം ഞാൻ പാത്രത്തിൽ വെച്ച് കൊടുത്തില്ല കേട്ടോ. അവർക്ക് ഇഷ്ടമില്ല, പാത്രത്തിൽ കുടിക്കാൻ ഇഷ്ടമില്ല. അവരിന്ന് പകൽ വെച്ച് കൊടുത്തെന്ന് പറഞ്ഞു. ഇച്ചിരി ഒന്ന് നക്കിയേച്ചും പിന്നെ പിന്നെ അത് കുപ്പിയിലാക്കി കൊടുക്കുമായിരുന്നു. ഇന്ന് മൂർത്തി ശർമ്മയ്ക്കാണ് പാല് കൊടുത്തത്. അപ്പോൾ ദേ 2 പേര് പിന്നെയും വന്ന് കയറും. അപ്പം ഞാൻ ശർമ്മയോട് പറഞ്ഞ് എടാ പിടിച്ച് മാറ്റിയേക്കണം കേട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു രക്ഷയില്ല, പിന്നെയും കയറി വരിക. ശർമ്മക്കുട്ടനെ വിളിച്ച് ആളിനിപ്പോൾ വന്ന് എടുത്തുകൊണ്ട് പോകും. എടുത്ത് കൊണ്ടുപോകാനേ നടക്കത്തുള്ളൂ, അതായത് വിളിച്ചാലൊന്നും പോകത്തില്ല കണ്ട. ഈ സമയത്ത് വന്നാൽ നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതാണ് പുന്നാരം. എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവനടുത്ത് നക്കാൻ വരുമെന്ന് ഓർത്താണ് മുഖം മാറ്റിയത്. അവനെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതേ സുന്ദരൻ പഴയതുപോലെ നമ്മൾ അവനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് പുറകെ ചെല്ലുവാണേ. കമ്മാനൊക്കെ ചെല്ലും ശർമ്മേനെ. അപ്പം പുള്ളി റോഡിലോട്ട് പോയി. പിന്നെ ഞാൻ പറഞ്ഞു അവന് വിഷമാകൂടെ, അവനെയും കൂടി എടുക്കുന്നു കേട്ടോ. കർമ്മനതേ എടുക്കുമൊന്നും വേണ്ട, അവന് താഴ്ത്തിറക്കി വെച്ചാൽ മതി. അപ്പം ഇത്രയുള്ള വീഡിയോ.